ഓക്കെ ഓക്കെ, ഇപ്പൊ ആൾക്കാരെ അല്ലേ. പ്രൗഢ മാം പോയോ? Yes. അല്ല, ഒന്നുമില്ല, എന്നെ ഒന്ന് ഹോസ്റ്റ് മാറ്റാനായിരുന്നു. ഓക്കെ, ഞാൻ മാറ്റി. ഓക്കെ, താങ്ക് യു. Okay. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓഡിബിൾ അല്ലേ? കേക്കാം സർ. യെസ് ആ കേൾക്കാം. ഓക്കെ, പ്രിന്റ് ഔട്ട് ഉണ്ടോ കയ്യില്? പ്രിന്റ് ഔട്ട് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, സോ നമ്മൾ വിൽ സീ റിഗാർഡിംഗ് ദി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഏൻഷ്യന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏൻഷ്യന്റ് തീരാറായി, മെഡീവൽ നമ്മൾ അതിന് ശേഷം തുടങ്ങും. അപ്പോൾ നമ്മൾ പാരലലി ഇവിടെ മോഡേൺ ഇന്ത്യ പോകുന്നുണ്ടാവും. സോ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ, ഇഫ് യു ഹാവ് ടു സീ ദ ടൈം പീരീഡ്, ഓക്കെ, ഇപ്പൊ നമുക്ക് ടൈം പീരീഡ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ഫ്രം 1707 ടു 1947 വരെയുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ഇപ്പൊ 1707 എന്ന് പറയുമ്പോൾ ഈ ഇയറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വാസ് ദി ഇയർ ഓഫ് ഡെത്ത് ഓഫ് ഔറംഗസേബ്. ഔറംഗസേബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മുഗൾ റൂളറായ ഔറംഗസേബ്. മുഗളിൽ പൊതുവെ നമ്മളെ മുഗൾ ലീനേജ് പഠിക്കുമ്പോൾ അതിൽ ലാസ്റ്റ് റൂളറായി പറയുന്ന ആളാണ് ഔറംഗസേബ്. ശരിക്കും ഔറംഗസേബ് അല്ല ലാസ്റ്റ് റൂളർ, അതിനുശേഷം മുഗൾ റൂളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവര് നമ്മൾ സാധാരണ പഠിക്കുന്ന ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ, ജഹാംഗീർ ഇങ്ങനെയുള്ള റൂളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം എന്താ പറയുക സിഗ്നിഫിക്കൻ്റ് അല്ല, അല്ലെങ്കിൽ സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ ബാബർ തൊട്ട് ഔറംഗസേബ് വരെയുള്ള റൂളേഴ്സിനെയാണ് നമ്മൾ പൊതുവെ ഏർലിയർ മുഗൾസ് അല്ലെങ്കിൽ സ്ട്രോങ്ങർ മുഗൾസ് എന്ന് പറയാം. ഔറംഗസേബിന് ശേഷമുള്ള ആൾക്കാരെല്ലാം വീക്കർ മുഗൾസ് എന്ന് പറയാം, ദേ ആർ വീക്കർ. അപ്പോൾ ഔറംഗസേബിന്റെ ഡെത്തോടു കൂടി മുഗൾ ഏകദേശം ഒരു തീരുമാനമായി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 1707 തൊട്ട് 1947 എന്ന് പറയാൻ കാരണം. പക്ഷേ നമ്മൾ മോഡേൺ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ 1707 മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം, കാരണം അതിന് മുമ്പേ യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നു തുടങ്ങി എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിനെ നമുക്ക് 1707 ടു 1947 ഐ എം ക്ലാസിഫൈങ് ടു 1707 ടു 1857 ഒരെണ്ണം, 1857 ടു 1947 രണ്ടാമത്തത്. ഈ ക്ലാസിഫിക്കേഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1707 ടു 1857 ഇസ് ദ ടൈം പീരീഡ് വെൻ ബ്രിട്ടീഷേഴ്സ് വെർ സ്ട്രെങ്തനിങ് ഇൻ ഇന്ത്യ. അവർ ഇന്ത്യയിൽ വന്ന് അവരിവിടെ ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ടൈം പീരീഡ് ആണ് 1707 ടു 1857. 1857 ഇയറിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്താ 1857 സിഗ്നിഫിക്കൻസ്? എന്താ 1857 എന്താ ഉണ്ടാക്കണേ? പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ. എന്തായിരുന്നു സർ ബിഗിനിങ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ബിഗിനിങ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. എക്സാക്ട്ലി എന്താ ഇവന്റ് നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. സിപ്പോയ് മ്യൂട്ടണി. യെസ്, സീപ്പോയ് മ്യൂട്ടണി അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയും. അപ്പോൾ 1857 അതാണ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ 1857 തൊട്ട് 1947 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ സ്റ്റേജ് ആണ്. മറ്റേതപ്പോൾ ലൈക്ക് എന്താണ് ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ്, സെക്കൻഡ് ഫ്രീഡം സ്ട്രഗിളിന്റെ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റേജായി ഡിവൈഡ് ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് വി ഗോയിങ് ടു സ്റ്റാർട്ട് ഈസ് ദി അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്. അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ യൂറോപ്യൻസ് വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്ത് 1707 അല്ല, അതിന് മുമ്പേ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നു. വിൽ സ്റ്റാർട്ട് വിത്ത് ദി അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് ഓർ അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അപ്പോ ഇവിടെ ഞാൻ ബ്രിട്ടീഷേഴ്സ് എന്നല്ല പറഞ്ഞത്, ഐ മെൻഷൻ യൂറോപ്യൻസ്. യൂറോപ്യൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ യൂറോപ്യൻസ് എന്ന് പറയാൻ കാരണം ബേസിക്കലി ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇന്ത്യയിൽ വന്ന് കോളനീസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വി ഹാവ് അതർ യൂറോപ്യൻ കൺട്രീസ് ഹു കെയിം ടു ഇന്ത്യ ആൻഡ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് കോളനീസ്. അപ്പൊ അവരെ പറ്റിയൊക്കെ ബേസിക്കലി പഠിക്കണം, എന്നിട്ടാണ് നമ്മൾ ബ്രിട്ടീഷിലേക്ക് പോവുക. അപ്പോൾ ഇന്ത്യയിൽ വന്ന് കോളനീസ് ഉണ്ടാക്കാൻ ശ്രമിച്ച യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5 കൺട്രീസിന്റെ പേര് പറയാം. സോ അത് അവർ വന്ന ഓർഡറിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വാസ് പോർച്ചുഗീസ്, then came Dutch, then came British, then came Danish, and finally came French. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഡാനിഷ്, ഫ്രഞ്ച്, ഇങ്ങനെയാണ് 5 കൺട്രീസ്, 5 യൂറോപ്യൻ കൺട്രീസ് ആണ് ഇന്ത്യയിൽ വന്നത്. അവർ വന്ന ഓർഡറാണ് ഞാൻ പറഞ്ഞത്.
പോർച്ചുഗീസ് യു നോ ദേ ആർ ഫ്രം പോർച്ചുഗൽ. ഡച്ച് എവിടെന്നാ? ഏത് രാജ്യക്കാരെ ഡച്ച് എന്ന് പറയാം? വിച്ച് കൺട്രി? Netherlands. നെതർലൻഡ്സ് ആണ് ഡച്ച് എന്ന് പറയുന്നത്. ദെൻ ബ്രിട്ടീഷ് യു നോ UK. ഡാനിഷ് എഴുത്തുകാരാ? ഡാനിഷ്, Denmark. ഡെൻമാർക്ക്. ആൻഡ് ദെൻ കെയിം ഫ്രഞ്ച്. ഇതേ ഓർഡറിലാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്ന് ഒരു കാര്യമായ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും ഇവർക്ക് എല്ലാവർക്കും സാധിച്ചിട്ടില്ല. മേജർലി യു നോ ദാറ്റ് ബ്രിട്ടീഷ് ആണ് ഏറ്റവും സക്സസ്ഫുൾ ആയത്. എന്നാലും വിൽ സ്റ്റാർട്ട് ഫ്രം പോർച്ചുഗീസ്. പോർച്ചുഗീസിന്റെ അറൈവലിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒരാൾ വന്ന് കാല് കുത്തിയ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. ആരാണ് വന്ന് കാല് കുത്തിയത്? വാസ്കോഡ പോർച്ചുഗീസ്. ഗാമ. വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ ഏത് വർഷമാണെന്നറിയോ? വിച്ച് ഇയർ? വാസ്കോഡ ഗാമ കാലുകുത്തിയത് ഏത് വർഷമാണ്? ഓർമ്മയില്ല? 1498. വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞ പോർച്ചുഗീസ് ആണ്. പക്ഷേ ആദ്യമായിട്ടൊന്നല്ല ഒരു യൂറോപ്യൻ ഇന്ത്യയിൽ വരുന്നത്. ഇതിനു മുമ്പ് യൂറോപ്യൻസ് വന്നിട്ടുണ്ട്. ബട്ട് വൈ അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഈസ് കൺസിഡർഡ് ടു ബി എ സിഗ്നിഫിക്കന്റ് ഈവൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി? എന്തുകൊണ്ടാണ് വാസ്കോഡ ഗാമയുടെ അറൈവലിന് എത്ര സിഗ്നിഫിക്കൻസ് ആയി പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ റീസൺ? ട്രേഡ് വന്നത് കൊണ്ടാണ്. ട്രേഡിന് ഇതിനു മുമ്പ് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നോക്കൂ. ഓക്കെ, ഐ ടെൽ യു ദ റീസൺ. നോക്ക്. സപ്പോസ് ദിസ് ഈസ് ആഫ്രിക്ക, ദിസ് ഈസ് അവർ ഏഷ്യ യൂറോപ്പ് ആണെന്ന് വിചാരിക്കുക. ഹിയർ വി ഹാവ് ഇന്ത്യ. ഇവിടെ നിന്ന് ഏഷ്യ യൂറോപ്പ്. പോർച്ചുഗീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ ഒരു റീജിയനാണ് പോർച്ചുഗൽ എന്നുള്ള രാജ്യം കിടക്കുന്നത്. സോ വി ഹാവ് യൂറോപ്പ് ഹിയർ, വി ഹാവ് ഏഷ്യ ഹിയർ. ശരിക്കും യൂറോപ്യൻ ഏഷ്യനിൽ കുറെ വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ട്. യൂറോപ്പിനെയും ഏഷ്യയും കണക്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു ടർക്കി. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ടർക്കി. അപ്പൊ ഈ ടർക്കി വഴിയാണ് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് ട്രേഡ് നടന്നിരുന്നത്. അത് തിരിച്ചും ഏഷ്യയിൽ ഉണ്ടാവുന്ന കുറെ സ്പൈസസ്, അതേപോലെ കോട്ടൺ, ഇതിനൊക്കെ യൂറോപ്പിൽ ഭയങ്കര മാർക്കറ്റാണ്. അപ്പൊ ഈ ടർക്കി വഴിയാണ് അവർക്ക് ബേസിക്കലി ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ബട്ട് ദ ഇഷ്യൂ വാസ് ദാറ്റ് ഇൻ 1451 ഒട്ടോമാൻ ടർക്സ് എന്ന് പറയുന്ന ആൾക്കാർ അവർ ടർക്കിയെ കീഴടക്കി. സോ ബേസിക്കലി യൂറോപ്പ് ടു ഏഷ്യ ടർക്കി വഴിയുള്ള ട്രേഡ് നടക്കാതെയായി. അപ്പോൾ ആ ട്രേഡ് ലിങ്കേജ് അവിടെ മുറിയുന്ന ഒരു അവസ്ഥ വന്നു. വാസ്കോഡ ഗാമ വാസ് ദി പേഴ്സൺ ഹു ഫൗണ്ട് എ സീ റൂട്ട് അറൌണ്ട് ആഫ്രിക്ക ടു റീച്ച് ഏഷ്യ. ആഫ്രിക്കയുടെ സദേൺ മോസ്റ്റ് പോയിന്റിനെ നമ്മളുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയും. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെയും ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് ഒരു വഴി കണ്ടുപിടിച്ച ആളാണ് ആര്? വാസ്കോഡ ഗാമ. അതുകൊണ്ടാണ് വാസ്കോഡ ഗാമയെ ഇത്രയും, അല്ലെങ്കിൽ ആളുടെ അറൈവലിനെ ഇത്ര സിഗ്നിഫിക്കൻ്റ് ആയി നമ്മൾ പറയാനുള്ള കാരണം. മനസ്സിലായോ? ഇറ്റ് വാസ് ഡ്യൂ ടു ഹിസ് അറൈവൽ, ഇറ്റ് വാസ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് ഹി ഫൗണ്ട് എ സീ റൂട്ട് അക്രോസ് ആഫ്രിക്ക ടു റീച്ച് ദി ഏഷ്യൻ റീജിയൻ. ആ സീ റൂട്ട് കണ്ടുപിടിച്ചുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആയി പറയുന്നത്. ഇതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വാസ്കോഡ ഗാമ ബേസിക്കലി 1498 ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ 1498 ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് കാലുകുത്തിയത്. നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഡ്യൂറിങ് ദാറ്റ് ടൈം പീരീഡ് ദിസ് കാലിക്കറ്റ് വാസ് റൂൾഡ് ബൈ സാമോറിൻസ്. സാമൂതിരിമാരെന്ന് പറയും. അപ്പോൾ സാമോറിൻസ് അല്ലെങ്കിൽ സാമൂതിരിമാരാണ് കാലിക്കറ്റ് ഭരിച്ചിരുന്നത്. അപ്പോൾ സാമൂതിരി നോക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരാൾ ലൈക്ക് വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു സായിപ്പ് മറ്റേ മിന്നുന്ന കുപ്പായൊക്കെ ഇട്ട് വന്നപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു? വാസ്കോഡ ഗാമയെ സ്വീകരിച്ചു. ലൈക്ക് ഇന്ത്യൻ ലൈക്ക് എന്താ പറയുക, ഫിലോസഫി പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ ബിലീഫ് പ്രകാരം അതിഥി ദേവോ ഭവ എന്നുള്ള കോൺസെപ്റ്റിൽ പുള്ളിക്കാരൻ വാസ്കോഡ ഗാമയെ കൊണ്ടുവന്നിരുത്തി എല്ലാവിധ അതിഥേയത്വം അല്ലെങ്കിൽ എല്ലാവിധ ഹോസ്റ്റ് ഇതും കൊടുത്ത് ആളെ നല്ല ഹാപ്പിയായി ട്രീറ്റ് ചെയ്ത് ആൾ തിരിച്ചു പോകാൻ നേരത്ത് ആൾക്ക് കുറെ ഗിഫ്റ്റും കൊടുത്തു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ധാരാളം സ്പൈസസും മറ്റു കുറെ കാര്യങ്ങളൊക്കെ കൊടുത്ത് വാസ്കോഡ ഗാമയെ ഹാപ്പിയായി തിരിച്ച് യൂറോപ്പിലേക്ക് വിട്ടു. വാസ്കോഡ ഗാമ ഹാപ്പിയായി കിട്ടിയ സാധനം കൊണ്ട് യൂറോപ്പിൽ പോയി ആ സ്പൈസസ് ഒക്കെ വിറ്റപ്പോൾ ഹി കുഡ് മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്, ഭയങ്കര പ്രോഫിറ്റ്. ഈ സാധനങ്ങൾക്കെല്ലാം ആളുടെ ജേർണിയുടെ ലൈക്ക് 6 months എടുത്ത ജേർണിയുടെ ബേസിക്കലി എത്രയോ ടൈംസ് മടങ്ങ് ആൾക്ക് അവിടെ കിട്ടി, അതും കുറച്ച് ഗിഫ്റ്റ് കൊണ്ട് വിറ്റപ്പോൾ. അപ്പോൾ വാസ്കോഡ ഗാമ അവിടെയുള്ള എക്കണോമിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. അപ്പോൾ 1490 പുള്ളി ആദ്യം വന്നത്. പുള്ളി രണ്ടാമത് ഒരിക്കൽ കൂടി വന്നു. ദാറ്റ് വാസ് ഇൻ 1501.
പക്ഷെ ഇത്തവണ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെയും കൊണ്ടാ വന്നത്. ഹി ഡിഫീറ്റഡ് ദി സാമറിൻ ആൻഡ് ക്യാപ്ചേർഡ് കാലിക്കട്ട്. 1501 ആയപ്പോഴേക്കും വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? കാലിക്കറ്റിനെ ക്യാപ്ചർ ചെയ്തു. പിന്നെ 1503 ആയപ്പോഴേക്കും എക്സ്പാൻഡ് ചെയ്തു, കൊച്ചിൻ ക്യാപ്ചർ ചെയ്തു. 1505 കാനനോർ, കണ്ണൂർ ക്യാപ്ചർ ചെയ്തു. സോ ബേസിക്കലി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എന്തായി? പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് ഇപ്പോൾ കാലിക്കട്ട് പോയാലും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് ആഞ്ചലോ ഫോട്ടോ അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കണ്ണൂരുകാരുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? ഈ പോർച്ചുഗീസിന്റെ ഫോർട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചിയിൽ പോകണമെങ്കിൽ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഭാഗം, നിങ്ങൾ ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ടെങ്കിൽ ബേസിക്കലി മനസ്സിലാവും, നമ്മൾ വേറൊരു സ്ഥലത്തെ ഫീൽ കിട്ടും. അത് ബേസിക്കലി എന്താ? ഈ പറയുന്ന പോർച്ചുഗീസ് കൺസ്ട്രക്ഷൻ ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവർ എന്ത് ചെയ്തു? സെറ്റിൽമെന്റ്സ് സ്ട്രോങ് ആക്കി തുടങ്ങി, ഫാക്ടറീസും സെറ്റപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് പോർച്ചുഗീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോർച്ചുഗീസ് ആണ് 1498 പറഞ്ഞല്ലോ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ വന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ് വന്ന് പിന്നെയും 100 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് 1947ലാണ്. പോർച്ചുഗീസ് ഇന്ത്യ വിട്ടുപോയത് 1960s. അതായത് ഗോവ നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് 1960s ടൈം പീരീഡിലാണ്. അതായത് പോർച്ചുഗീസ് ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്നതും ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അവസാനമായി എക്സിറ്റ് ചെയ്യുന്നതും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തല്ലാണ്ട് ദേ സ്റ്റാർട്ടഡ് ടു ലൈക്ക് എക്സ്പാൻഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് പാർട്സിലേക്ക് പോർച്ചുഗീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പോർച്ചുഗീസിന് ബേസിക്കലി ഈ വാസ്കോഡ ഗാമയ്ക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആൾക്ക് ട്രേഡും ബാക്കി കാര്യങ്ങളും നോക്കണം. അപ്പൊ ഇന്ത്യൻ റീജിയൻ ഭരിക്കാനായിട്ട് ദേ സ്റ്റാർട്ടഡ് ടു അപ്പോയിന്റ് ഗവേണേഴ്സ്. ഗവർണേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് അവരായിരിക്കും ഓരോ റീജിയൻസ് നോക്കുന്നുണ്ടാവുക. ആ ഗവർണേഴ്സിനെ വൈസ്രോയ് എന്നാണ് ഇവർ വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഗവർണേഴ്സും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ വാസ് ഫ്രാൻസിസ്കോ ഡെ അൽമേഡ. പോർച്ചുഗീസ് പേരാണ്, നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത പേരുകളായിരിക്കും. ഫ്രാൻസിസ്കോ ഡെ അൽമേഡയാണ് ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ. 1505 to 1509 ആണ് ഭരിച്ചത്. അപ്പൊ ഇവരെ പറ്റി ലൈക്ക് എങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പഠിക്കേണ്ട, സിഗ്നിഫിക്കൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. സോ as I told you, he was the first Portuguese governor of India. ആളെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇറ്റ് വാസ് എ പോളിസി ഓർ എ സ്ട്രാറ്റജി ദാറ്റ് വാസ് ഫ്രെയിംഡ് ബൈ ഹിം. അതിന്റെ പേരാണ് ബ്ലൂ വാട്ടർ പോളിസി. ഹി ഫ്രെയിംഡ് എ ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് യു വിൽ ബി ഏബിൾ ടു കണക്ട്? ബ്ലൂ വാട്ടർ എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ബ്ലൂ വാട്ടർ ആലോചിച്ച് നോക്ക്. ഓഷൻ. ആ, ഓഷ്യൻ. സോ ബേസിക്കലി ആളുടെ ഐഡിയ ഇതാണ്. അതായത് ഇന്ത്യയിൽ നല്ല ട്രേഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് കുറെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും, അതായത് മറ്റ് മേജർ പവേഴ്സിനെല്ലാം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾക്ക് വന്ന് കോളനൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അവരെല്ലാവരും വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ, പോർച്ചുഗീസ് വാട്ട് ദേ ഡിഡ് വാസ് ദേ സ്ട്രെങ്തൻ ദെയർ പ്രസൻസ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിൽ അവർ ആ പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്തു. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ദേ ക്യാൻ അറ്റാക്ക് ദം വിത്തിൻ ഇന്ത്യൻ ഓഷ്യൻ. അവിടെ തന്നെ തിരിച്ചുവിടാം. ഈ പോളിസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ വാട്ടർ പോളിസി, എയിംഡ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് നേവൽ സൂപ്പർമസി ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ റാദർ ദാൻ ഓവർ ലാൻഡ്. അതേപോലെ തന്നെ ഫ്രാൻസിസ്കോ അൽമേഡ ഗുജറാത്ത് സുൽത്തനേറ്റ്സും അതേപോലെ ഈജിപ്തിലെ ആൾക്കാരെ കൂടെ വരാൻ നോക്കിയപ്പോൾ അവരെ എല്ലാം അവിടെ നിന്ന് തോൽപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ബ്ലൂ വാട്ടർ പോളിസി ഒന്ന് ഫ്രാൻസിസ്കോ അൽമേഡയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അൽമേഡയ്ക്ക് ശേഷം വന്ന ആളാണ് അൽഫോൺസോ ഡെ ആൽബക്വേക്ക്, ഹു റൂൾ ഫ്രം 1509 to 1515. ആളെയാണ് റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ റീജിയൻസിൽ പോർച്ചുഗീസിനെ വല്ലാതെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ആൽബക്വേക്ക് ആണ്. അതായത് പണ്ട് പല പല ഫാക്ടറീസ് ഉണ്ടെങ്കിലും കൊച്ചിയിൽ ഒരു ഹെഡ് ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഒരു പോർച്ചുഗീസ് റൂൾ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ആരാണ്? ആൽബക്വേക്ക് ആണ്. പിന്നീട് ഹി വാസ് ഏബിൾ ടു കോൺകർ ഗോവ. പോർച്ചുഗീസിന്റെ അടുത്തൊരു മേജർ പ്ലേസ് ആയിരുന്നു ഗോവ. ഗോവ കോൺകർ ചെയ്യാൻ പറ്റി. അതായത് ബീജാപ്പൂർ സുൽത്താൻസ് ആയിരുന്നു ഗോവ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. 1510 ഇവരുടെ അടുത്ത് ഗോവ ആര് കോൺകർ ചെയ്തു? ആൽബക്വേക്ക് കോൺകർ ചെയ്തു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃഷ്ണദേവരായ എന്ന് പറയുന്ന റൂളറെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. വിജയനഗര എംപയറിലെ കൃഷ്ണദേവരായയും ആൽബക്വേക്കും തമ്മിൽ നല്ല ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നു. അപ്പൊ കൃഷ്ണദേവരായയുടെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ഗോവ ക്യാപ്ചർ ചെയ്യുന്നത്. ഇതുകൂടാതെ ആൽബക്വേക്ക് ബേസിക്കലി പോർച്ചുഗീസ് ആൾക്കാരെ എൻകറേജ് ചെയ്തു. എന്തിന്? ഇന്ത്യൻസിനെ ലൈക്ക് കല്യാണം കഴിക്കുവാനും ഇന്ത്യൻസുമായിട്ട് ലൈക്ക് ഫാമിലി ഉണ്ടാക്കാനും. സോ ബേസിക്കലി ഇന്ത്യൻസുമായി കൂടുതൽ ബ്ലെൻഡ് ചെയ്യാനും അതേപോലെ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ആൾ എന്ത് ചെയ്തു? ഹി എൻകറേജ് പീപ്പിൾ ആൻഡ് ഹി ഓൾസോ ട്രൈ ടു അബോളിഷ് സതി. അത് ഞാൻ എടുത്തു പറയാൻ കാരണം,
സതി അബോളിഷ് ചെയ്തത് ബേസിക്കലി നമ്മൾ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് നോക്കുമ്പോൾ 1829 ഇന്ത്യയിൽ 1829 ബ്രിട്ടീഷുകാരാണ് ബേസിക്കലി ഇന്ത്യയിൽ അത് അബോളിഷ് ചെയ്യുന്നത്. പക്ഷേ സതി അബോളിഷ് ചെയ്യുന്ന ഐഡിയ ആദ്യമായി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ല. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അൽഫോൺസോ ഡെ ആൽബക്വേക്ക് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അത് ശരിയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൽബക്വേക്കിനെ പറ്റി ഓർക്കേണ്ട കാര്യം ഗോവ ക്യാപ്ചർ ചെയ്ത ആളാണ്. കൃഷ്ണദേവരായിട്ട് ഫ്രണ്ട്ലി റിലേഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ എന്ന് പറയുന്നു. ഹെഡ് ക്വാർട്ടർ കൊച്ചിനിലാക്കിയതും ആരാണ്? ആൽബക്വേക്കാണ്. അങ്ങനെ ആൽബക്വേക്ക് കഴിഞ്ഞു. പിന്നെ ഒരുപാട് ഗവർണേഴ്സ് വന്നു. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയി ഓർത്തിരിക്കേണ്ട ആള് നിനോ ഡെ കൻഹയാണ്. 1529 to 1538. ആൾ ഓർത്തു വയ്ക്കാൻ ഒരൊരു പോയിന്റേ ഉള്ളൂ. പുള്ളി കൊച്ചിയിൽ നിന്ന്, കൊച്ചിയായിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ്, ആ ഹെഡ് ക്വാർട്ടേഴ്സിനെ ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഹൂ ഷിഫ്റ്റഡ് ദി ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗീസ് ക്യാപിറ്റൽ ഫ്രം കൊച്ചിൻ ടു ഗോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നിനോ ഡെ കൻഹ. ഇതാണ് പോർച്ചുഗീസ് ഇവിടെ വന്ന കഥ. പക്ഷെ പോർച്ചുഗീസ്, ആസ് ഐ ടോൾഡ് യു, ദേ കെയിം ബൈ 1498. ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത് 1600s. അപ്പോൾ ഓൾമോസ്റ്റ് 100 വർഷം മുൻപ് വന്നതാണ് പോർച്ചുഗീസ്. എന്നിട്ടും എന്തുകൊണ്ട് പോർച്ചുഗീസിന് ബ്രിട്ടീഷ് അത്ര സ്ട്രോങ് ആവാൻ പറ്റിയില്ല എന്ന് ചോദിക്കാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പോർച്ചുഗീസുകാർ ഇന്ത്യ കോളനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ ബ്രസീലും കോൺകർ ചെയ്തിരുന്നു. ബ്രസീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആമസോൺ ഫോറസ്റ്റ് വരുന്ന ഭാഗമാണ്, റിസോഴ്സ് റിച്ച് റീജൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ശ്രദ്ധ പിന്നെ എങ്ങോട്ട് പോയി? ബ്രസീലിലേക്ക് പോയി. അപ്പൊ ഇന്ത്യ അത്ര ശ്രദ്ധിക്കാതെയായി. സെക്കൻഡ്ലി, പോർച്ചുഗീസ് പ്രിൻസസും ബ്രിട്ടീഷ് കിങ്ങും തമ്മിൽ ഒരു മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പോർച്ചുഗീസ് പ്രിൻസസ് ആൻഡ് ബ്രിട്ടീഷ് കിങ്. ആ മാട്രിമോണിയൽ അലയൻസിന്റെ റിസൾട്ടായിട്ട് ബ്രിട്ടീഷിന് ബോംബെ ഡൗറിയായി കൊടുത്തു. നമ്മുടെ ബോംബെ, ഇന്ത്യയിലെ വൺ ഓഫ് ദി മേജർ സിറ്റി, വാസ് ഗിവൺ ആസ് ഡൗറി ടു ദ ബ്രിട്ടീഷ് കിങ് ബൈ ദി പോർച്ചുഗീസ്. അപ്പൊ അവർക്ക് മേജർ സ്ഥലങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു. പിന്നെ ഒബ്വിയസ്ലി ഇവിടെ ബ്രിട്ടീഷ് വന്നു, ബ്രിട്ടീഷ് സ്ട്രോങ്ങർ ആയെന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ത്, പോർച്ചുഗീസ് ഇന്ത്യയിൽ ബ്രിട്ടീഷിന് അത്രയും പച്ച പിടിക്കുന്നത്. ഇതാണ് പോർച്ചുഗീസിന്റെ അറൈവലും അവരെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ്. ഓക്കെ ആണോ? ഓക്കെ. ജന മാത്രമേ മിണ്ടുള്ളൂ, വേറെ ആരും മിണ്ടില്ല. ഞാൻ പറഞ്ഞതാണ്. ഓക്കെയാണ്. ഓക്കെ 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 സാർ. ഓക്കെ സർ. അയ്യോ, ഇങ്ങനെ എല്ലാവരും ഓക്കെ പറയണ്ട. ഓക്കെ ഓക്കെ. സോ ബേസിക്കലി പോർച്ചുഗീസിന് ശേഷം വന്ന ആൾക്കാരാണ് ഡച്ച് നിങ്ങൾ പറഞ്ഞ പോലെ നെതർലൻഡ്സുകാരെന്ന് പറയുമ്പോൾ ഈ ഡച്ച് ഇന്ത്യ റീജൻസ് ആയി ട്രേഡ് ചെയ്യാനായിട്ട് ഡച്ചിലൊരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുണ്ടാക്കി 1602. ആൻഡ് ഈ ഡച്ച് ഇന്ത്യയിൽ വന്നു. ഇവർ ഇന്ത്യയിൽ വന്നെങ്കിലും ഇവർ ബ്രിട്ടീഷിന്റെ അത്രയോ പോർച്ചുഗീസിന്റെ അത്രയോ ഫ്രഞ്ചിന്റെ അത്രയോ സ്ട്രോങ് ആയ ആൾക്കാരല്ല, പാവപ്പെട്ട ആൾക്കാരാണ്. മീൻസ് സ്ട്രോങ് അല്ല. ഇവർക്ക് ഇന്ത്യയേക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള റീജിയൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഇന്തോനേഷ്യ. കാരണം ഇന്തോനേഷ്യൻ ഐലൻഡ്സിൽ സ്പൈസസ് കൾട്ടിവേഷന് വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ദേ ഹാഡ് ദർ ഇൻട്രസ്റ്റ് ഇൻ ഇന്തോനേഷ്യൻ ഐലൻഡ്സ്. ഇവർ ഇന്ത്യയിൽ വന്നു. ഇവരുടെ ഫസ്റ്റ് ഫാക്ടറി ഇവർ സെറ്റപ്പ് ചെയ്തത് മസൂലിപട്ടണത്താണ്. മസൂലിപട്ടണം ഈസ് ഇൻ പ്രസന്റ് ഡേ ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടറി മസൂലിപട്ടണം. ആൻഡ് ദേ ഹാഡ് അതർ സെറ്റിൽമെന്റ് അറ്റ് പുലിക്കാട്ട്. പുലിക്കാട്ടും എവിടെയാണ്? ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡർ ആ ഭാഗത്താണ്. ആൻഡ് ദേ ഹാഡ് ദർ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് നാഗപട്ടണം. സോ ബേസിക്കലി ഈസ്റ്റേൺ കോസ്റ്റിലാണ് ഡച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്, അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞ പോലെ ഇവർ അത്രയും സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല. ഇവർ ഇന്ത്യയിൽ വന്നിട്ട് 2-3 ബാറ്റിലൊക്കെ ഇടപെട്ട് 2 ബാറ്റിലും ഇവർ തോറ്റു. അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ബാറ്റിലാണ് 1741 ബാറ്റിൽ ഓഫ് കൊളച്ചൽ. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ ഡച്ച് ഫോർട്ട് വിത്ത് ട്രാവൻകൂർ, നമ്മുടെ തിരുവിതാംകൂർ തിരുവിതാംകൂറുമായിട്ട് ഡച്ച് എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. തിരുവിതാംകൂറിനെ ലീഡ് ചെയ്തിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആൻഡ് മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ഡച്ച്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം എ യൂറോപ്യൻ പവർ വാസ് ഡിഫീറ്റഡ് ബൈ ആൻ ഇന്ത്യൻ കിങ്. അങ്ങനെ മാർത്താണ്ഡവർമ്മ ജയിച്ചു. പിന്നീട് 1759 ഡച്ചും ഇംഗ്ലീഷും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നോൺ ആസ് ദി ബാറ്റിൽ ഓഫ് ബെദാര, ബംഗാളിൽ. അതിലും ഡച്ച് തോറ്റു. അപ്പോൾ ഡച്ച് ബേസിക്കലി ഇവിടെ വന്ന് പച്ചപിടിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഡച്ച് വാസ് നോട്ട് ആസ് സ്ട്രോങ് ആസ് ദി അതർ യൂറോപ്യൻ കോമ്പറ്റന്റ് പവേഴ്സ്. സെക്കൻഡ്ലി, ദേ ലോസ്റ്റ് മെനി ബാറ്റിൽസ്. തേർഡ്ലി, ദേ ഫോക്കസ്ഡ് ഓൺ ഇന്തോനേഷ്യ. അവർ ഇന്തോനേഷ്യയിലേക്ക് കുറെ ശ്രദ്ധ തിരിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ ഡച്ചും സെറ്റായില്ല.
മൂന്നാമത് വരുന്നതാണ് ബ്രിട്ടീഷ്. ഇപ്പൊ ബ്രിട്ടീഷ് വന്ന കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം, പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ബ്രിട്ടീഷിൽ ദേ സ്റ്റാർട്ടഡ് ദ ഫേമസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1599 1600 ടൈമിൽ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ബ്രിട്ടനിൽ ഫോം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രൈവറ്റ് ഓൺഡ് കമ്പനി, ഗവൺമെന്റ് കമ്പനി അല്ല, പ്രൈവറ്റ് ഓൺഡ് കമ്പനിയാണ്. പ്രൈവറ്റ് ഓൺഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലെ അന്ന് ആ കമ്പനിയുടെ ഹെഡായിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വെർ ദി ഹെഡ് ഓഫ് ദി കമ്പനി. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡറായിട്ട് ആരുമുണ്ട്? ക്വീനും ഉണ്ട്. ക്വീൻ എലിസബത്ത്, ഹു വാസ് ദി ക്വീൻ ഓഫ് ബ്രിട്ടീഷ്, ഷീ വാസ് ഓൾസോ ഷെയർ ഹോൾഡർ. അപ്പോൾ ആ ക്വീൻ എലിസബത്ത് ഈ കമ്പനിക്ക് ഒരു ഉപകാരം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ ഗേവ് ആൻ ഓർഡർ ഓർ എ ചാർട്ടർ ഗിവിംഗ് എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ഓഫ് ട്രേഡിംഗ് വിത്ത് ഈസ്റ്റ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാഡ് മൊണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഈസ്റ്റ്. മൊണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഭാഗവുമായിട്ട്, അതായത് ഇന്ത്യ, ഏഷ്യ പോലുള്ള ഭാഗങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ അവകാശമുള്ള ഒരേ ഒരു യൂറോപ്പിനല്ല, ബ്രിട്ടീഷ് കമ്പനി ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പോൾ വേറെ ബ്രിട്ടീഷ് കമ്പനിക്കൊന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഈസ്റ്റേൺ ഭാഗത്ത് ട്രേഡ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് ഓൺ കമ്പനിയാണ്, 1600s ക്വീന് ഷെയർ ഉണ്ട്, ക്വീനിൽ മോണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഈസ്റ്റ് എന്നുള്ള പവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയാണ്. ആൻഡ് they were interested in spice trade in Indian regions. അപ്പോൾ അവർ ബേസിക്കലി ഇന്ത്യയിലേക്ക് വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഇന്ത്യയിൽ അവർ വരുന്ന സമയത്ത് ഇന്ത്യൻ റീജിയൻസ് were ruled by ജഹാംഗീർ. നമ്മുടെ മുഗളിലെ ജഹാംഗീർ ആണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ജഹാംഗീർ ഭരിക്കുന്ന സമയത്ത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർക്ക് ഇന്ത്യയിൽ they wanted to start a factory. അവർക്ക് എവിടെയാണ് ഫാക്ടറി തുടങ്ങേണ്ടത്? സൂററ്റിലാണ് അവർക്ക് ഫാക്ടറി തുടങ്ങേണ്ടത്. അപ്പോൾ അവർ എന്ത് ചെയ്തു വെച്ചാൽ they sent a person. The name of the person was വില്യം ഹോക്കിൻസ്. വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരാളെ ഇവരെന്ത് ചെയ്യും? ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് വിടും. എന്തിന്? ജഹാംഗീറിന്റെ അടുത്ത് പെർമിഷൻ വാങ്ങിക്കാൻ, ടു സ്റ്റാർട്ട് എ ഫാക്ടറി അറ്റ് സൂററ്റ്. അപ്പോൾ ഹോക്കിൻസ് പോയിട്ട് ജഹാംഗീറിന്റെ അടുത്ത് ചോദിക്കും, എന്ത്, ഞങ്ങൾക്ക് ഇങ്ങനെ ബ്രിട്ടീഷുകാരാണ്, ഇങ്ങനെ ട്രേഡ് നടത്താനാണ്, ഞങ്ങൾക്ക് സൂററ്റിലൊരു ഫാക്ടറി തുടങ്ങാനുള്ള പെർമിഷൻ തരണം എന്ന് പറയും. ജഹാംഗീർ കൊടുക്കില്ല. ജഹാംഗീർ അത് റെഫ്യൂസ് ചെയ്യാനുള്ള കാരണം ബ്രിട്ടീഷുകാർ വന്നാൽ അവരുടെ പിന്നെ കുറെ കാലം ഭരിക്കും, പിന്നെ അവർ ഓർത്തോ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ തോട്ടുകൊണ്ടൊന്നല്ല. ദ തിങ് വാസ് ദാറ്റ് ഓൾറെഡി ഇവിടെ പോർച്ചുഗീസ് ഉണ്ട്. ജഹാംഗീർ വാസ് ഹാവിംഗ് ക്ലോസ് റിലേഷൻ വിത്ത് ദി പോർച്ചുഗീസ്. സോ ബേസിക്കലി ജഹാംഗീർ തോട്ട് ദാറ്റ് ഇപ്പോ ബ്രിട്ടീഷുകാർക്ക് പെർമിഷൻ കൊടുത്താൽ അത് പോർച്ചുഗീസുകാരനെ പിണക്കുന്ന പോലെയാവും. ആൻഡ് ജഹാംഗീർ തോട്ട് പോർച്ചുഗീസ് ആർ സ്ട്രോങ്ങർ ദാൻ ബ്രിട്ടീഷ്. അങ്ങനെ കൊടുത്തില്ല. പിന്നീട് പോർച്ചുഗീസും ബ്രിട്ടീഷും തമ്മിലൊരു നേവൽ ബാറ്റിൽ ഉണ്ടായി. ആ നേവൽ ബാറ്റിൽ ഉണ്ടായപ്പോൾ പോർച്ചുഗീസിനെ ബ്രിട്ടീഷ് സുഖമായിട്ട് തോപ്പിച്ചു. അപ്പോഴാണ് ജഹാംഗീറിന് മനസ്സിലായത് ആര് ബ്രിട്ടീഷുകാരാണ് സ്ട്രോങ്ങർ, പോർച്ചുഗീസ് അല്ല എന്ന്. അങ്ങനെ പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് ബ്രിട്ടീഷ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫാക്ടറി വരുന്നത് സൂററ്റിൽ. എന്തുകൊണ്ടാണ് സൂററ്റ് ബ്രിട്ടീഷ് ചൂസ് ചെയ്യാൻ കാരണം? എനി ഐഡിയ? വൈ സൂററ്റ്? സൂററ്റ് എവിടെയാ? ഗുജറാത്തിലാണ്. എന്തുകൊണ്ട് സൂററ്റ്? വൈ നോട്ട് എനി അതർ പ്ലേസ്? പറയാൻ പറ്റുമോ? ഗുജറാത്ത് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഈ സ്പൈസ് അല്ലാതെയുള്ള മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ്. ഈ കോട്ടൺ ഏറ്റവും നന്നായി വളരുന്നത് ബ്ലാക്ക് സോയിലാണ്. ഈ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര, ഗുജറാത്തിന്റെ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ ഈ പറയുന്ന കോട്ടൺ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അവർ സൂററ്റിൽ ഫാക്ടറി തുടങ്ങി. പിന്നീട് ഇവരെന്ത് ചെയ്തു? മദ്രാസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥലം, നമ്മളിപ്പോഴത്തെ ചെന്നൈ, എന്ത് ചെയ്തു? അവർ മദ്രാസ് ലീസിന് അവിടുത്തെ രാജാവിൻ്റെ നിന്ന് വാങ്ങി, പൈസ കൊടുത്ത് ലീസിന് വാങ്ങി. ലീസിന് വാങ്ങി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവിടെ ഒരു ഫാക്ടറി സെറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ഫോർട്ടും കെട്ടി, കോട്ട കെട്ടി. അപ്പോൾ മദ്രാസിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഫോർട്ടിന്റെ പേരാണ് സെയിന്റ് ജോർജ് ഫോർട്ട്. സെയിന്റ് ജോർജ് ഫോർട്ട്. ഈ ബ്രിട്ടീഷുകാരുടെ ബേസിക് ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഇവർ ആദ്യം കച്ചവടക്കാരായിട്ട് മാന്യന്മാരായിട്ട് വരും, രാജാവിൻ്റെ അടുത്തൊക്കെ പോയി രാജാവിനെ സോപ്പിട്ട് പെർമിഷൻ വാങ്ങിക്കും.
കച്ചവടം തുടങ്ങും. കച്ചവടം സ്ട്രോങ് ആയി വലുതായി വരുമ്പോൾ ഇവർ കോട്ടകൾ കെട്ടും. കാരണം വെച്ചാൽ ഇവർ പറയും, കാരണം എന്താ, ഞങ്ങളുടെ ഗുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനും പൈസ സ്റ്റോർ ചെയ്യാനൊക്കെ കോട്ട വേണം. കോട്ട പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആർമിക്കാർ വരും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ആൾക്കാർ വരും. അങ്ങനെ ബ്രിട്ടീഷ് ആർമിയുടെ പ്രസൻസ് ഇവിടെ സ്ട്രോങ് ആവും. പിന്നെ ഈ രാജാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രാജാവിനെ തോൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ബേസിക് അപ്രോച്ച്. സോ ബേസിക്കലി ഇപ്പോൾ മദ്രാസ് അവർക്ക് കിട്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പോർച്ചുഗീസിൻ്റെ ആയിരുന്നു ബോംബെ. അവിടുത്തെ കിങ്ങുമായിട്ട്, ബ്രിട്ടീഷ് കിങ്ങുമായിട്ടുള്ള മാട്രിമോണിയൽ അലയൻസ് റിസൾട്ടായിട്ട് പോർച്ചുഗീസ് എന്ത് ചെയ്തു, ബ്രിട്ടീഷിന് ഇത് കൊടുത്തു വിട്ടു. എന്ത് കൊടുത്തു? ഈ പറയുന്ന ബോംബെ ഡൗറിയായി കൊടുത്തു. എന്നിട്ട് കിങ്ങിന്റെ അടുത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? അതും ലീസിന് വാങ്ങി. അപ്പോൾ ബേസിക്കലി ബോംബെയും മദ്രാസും ബ്രിട്ടീഷിന് കിട്ടി. പിന്നീട് 1698 കമ്പനി പൈസ കൊടുത്ത് 3 വില്ലേജ് വാങ്ങി. ആ 3 വില്ലേജിന്റെ പേരൊന്ന് സുൽത്താനിധി, ഗോവിന്ദ്പൂർ, കാലിക്കത്ത. ഈ കാലിക്കത്തയാണ് നമ്മുടെ കൽക്കട്ട. സോ ബേസിക്കലി ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്ന് പറയുന്ന 3 സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരെ സ്ട്രോങ് സെന്റേഴ്സായി മാറി തുടങ്ങി. മദ്രാസ് അവർക്ക് ലീസിന് രാജാവിൻ്റെ അടുത്ത് വാങ്ങി. ബോംബെ മറ്റേ കിങ്ങിന് ഡൗറിയെ കിട്ടിയത് ലീസിന് എടുത്തു. ആൻഡ് കൽക്കട്ട എന്ത് ചെയ്തു? പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ബംഗാൾ, ബോംബെ, മദ്രാസ് ഓർ കൽക്കട്ട, ബോംബെ, മദ്രാസ് became the 3 major centers of British. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ബ്രിട്ടീഷ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രിട്ടീഷിന്റെ ആ സമയത്തെ എംപയറിനെ നമ്മൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയാൻ കാരണം ബ്രിട്ടീഷിന്റെ എംപയർ വാസ് സോ ഹ്യൂജ് ദാറ്റ് ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അപ്പുറ സ്ഥലത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. UK എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഐലൻഡ് നേഷനാണ്. ഇന്ത്യയുടെ വളരെ ചെറിയൊരു സൈസ് വെച്ച് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ് UK. വൈ England was able to conquer almost every part of world? What was special about England? ആലോചിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. Anyone? രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? ഒന്നും മിണ്ട് പിള്ളേരെ. ഞാൻ പേരെടുത്ത് വിളിക്കാം. എന്താ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? ആദിത്യ പറയടാ, എന്താ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? മൈക്കില്ല. സൂപ്പർ. മൈക്കിൾ ആരെങ്കിലും? സാർ ജോയൽ? നോറേൻ പറഞ്ഞോ. ഞാൻ അറിയാവുന്ന പോലെ അറിയാം, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, എന്നാലും ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ഇങ്ങനെ പല പല സ്റ്റേജസിൽ ഉണ്ടാവുന്ന അഡ്വാൻസ്മെന്റ്സ് അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു റെവല്യൂഷൻ, അല്ലെങ്കിൽ പല വർഷങ്ങളാൽ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻസ്മെന്റിനെ വിളിക്കുന്നതായിരിക്കും ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഒരു കാലഘട്ടം വരെ കൃഷിയായിരുന്നു ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന സംഭവം. പിന്നീട് പതിയെ പതിയെ മിഷനറീസ് വളർന്നു, ഫാക്ടറീസ് ഉണ്ട്. അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് കൃഷിയിൽ നിന്ന് പതിയെ ഇൻഡസ്ട്രിയിലേക്കുള്ള ചുവടുവെപ്പിനെ പറഞ്ഞ ആ ഇറയെ പറയുന്ന പേരല്ലേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ ഓക്കെ, അടിപൊളി. അതായത് ബേസിക്കലി ഒരു കാലഘട്ടം വരെ എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത് സബ്സിസ്റ്റൻസ് പ്രൊഡക്ഷൻ ആണ്. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കുക എന്നുള്ളതാണ്. അത് മാറി ആൾക്കാർ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എന്ന രീതിയിലേക്ക് വെൻ ദേ ചേഞ്ച് ദ തോട്ട്. കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ള ഒരു സംഭവം. ആ ഒരു എറയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ അങ്ങനെ ഒരു തോട്ട് വന്നുകൊണ്ട് തന്നെ ദാറ്റ് വാസ് എ ടൈം പീരീഡ് വെൻ വി ഹാഡ് ലോട്ട് ഓഫ് അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. കുറെ ഇൻവെൻഷൻസ് നടന്ന ടൈം പീരീഡ് ആണ്. ഇപ്പൊ സ്റ്റീം എഞ്ചിൻ പോലുള്ള ഇൻവെൻഷൻസ് നടന്ന ടൈം പീരീഡ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കുറെ എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഏറ്റവും ആദ്യം നടന്ന സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് 1750s. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ ആ ടൈം പീരീഡ് ആയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ട വലിയ വലിയ കാര്യങ്ങൾ വന്നു തുടങ്ങി. ലാർജ് കമ്പനീസ് ഓർ ലൈക്ക് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ടഡ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ഐലൻഡ് നേഷനാണ്. ദേ നൗ വാണ്ടഡ് 2 things. ഒന്ന്, ഈ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട റോ മെറ്റീരിയൽ. 2, ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വിൽക്കാനുള്ള മാർക്കറ്റ്. സോ ദേ വെന്റ് അബ്രോഡ് ടു ഡിഫറെന്റ് പ്ലേസസ് ഇൻ സെർച്ച് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് മാർക്കറ്റ്. അങ്ങനെയാണ് അവർ പല കോളനീസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെക്കാൾ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ദേ ഹാഡ് ലൈക്ക് മോഡേൺ വെപ്പൺസ് കമ്പയർഡ് ടു അതർ കൺട്രീസ് ഫോർ വാർ, ബാറ്റിൽ, എവറിത്തിങ്. അതൊന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ, നിങ്ങൾ റഷ്യൻ റെവല്യൂഷൻ പഠിച്ചിട്ടുണ്ടാവും, അമേരിക്കൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ കേട്ടിട്ടുണ്ടാവും, ഫ്രഞ്ച് റെവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും. ബ്രിട്ടീഷ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവില്ല. അതായത് ബ്രിട്ടനിൽ അന്നൊരു മൊണാർക്കി ഉണ്ട്. ഇന്നും ബേസിക്കലി ആ മൊണാർക്കി ഇപ്പോഴും ഉണ്ട്, വേറെ ഗവൺമെന്റ് ഉണ്ടെങ്കിലും. ബ്രിട്ടൻ ഹാഡ് എ വെരി സ്റ്റേബിൾ ഗവൺമെന്റ് കമ്പയർഡ് ടു എനി അതർ ഫോറിൻ പവേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഡിസിഷനും സിസ്റ്റമാറ്റിക് സിസ്റ്റംസ് ഒക്കെ എന്തായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. പിന്നെ നമുക്ക് പറയാം, ബ്രിട്ടനിലാണ് ആദ്യമായിട്ട് ബാങ്ക് വന്നത്. അപ്പൊ ക്രെഡിറ്റ്, പൈസ ഫ്ലോ, മണി ഫ്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് എന്ത്, ബ്രിട്ടീഷ് സ്ട്രോങ് ആയത്. ജസ്റ്റ് നോർത്ത് വെച്ചേക്കാം. ബ്രിട്ടീഷിനെ പറ്റി നമുക്ക് ഇനി വന്നിട്ട് പറയാം. ബ്രിട്ടീഷ് ശേഷം വന്ന ആൾക്കാർ ഡാനിഷ്, ഡെൻമാർക്ക്, കുറെ പാവം ആൾക്കാർ മറ്റവരെ പോലെ ദുഷ്ടന്മാരൊന്നുമല്ല. ഇവർക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടില്ല. സോ ദേ വർ വെരി മൈനർ പവർ. ഇവർക്ക് ബേസിക്കലി 2 ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക. 2, എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. സോ ദേ കെയിം ടു ഇന്ത്യ. അവർ 2 മേജർ സെന്റേഴ്സ്, ഒന്ന് ട്രാങ്കോബാർ ആണ്. ട്രാങ്കോബാർ ഇസ് ഇൻ തമിഴ്നാടു. നമ്മൾ തമിഴിൽ ശരിക്കും തരംഗമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തിനെ അവർ ട്രാങ്കോബാർ ആക്കിയതാണ്. 2, സേരംപോർ ഇൻ ബംഗാൾ. ഇത് 2 ഇവരുടെ മേജർ സെന്റേഴ്സ്. നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം ഫ്രഞ്ച് വന്നു. ഫ്രഞ്ച് 1664 ഏറ്റവും ലാസ്റ്റ് ആണ് ഫ്രഞ്ച് വരുന്നത്. ലൂയി 14 ആയിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ആളും വന്നു സൂററ്റിലേക്ക്, കാരണം സൂററ്റ് ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് ദേ ഓൾസോ സെറ്റപ്പ് ഇൻ മസൂരിപ്പട്ടണം. ഫ്രഞ്ചിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു, പോണ്ടിച്ചേരി. ഈ ഫ്രഞ്ചും ബ്രിട്ടീഷും തമ്മിലുള്ള കുറെ യുദ്ധമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇങ്ങനെയാണ് യൂറോപ്യൻ പവേഴ്സ് ബേസിക്കലി ഇന്ത്യയിലേക്ക് വന്നത്. ഓക്കെ, ആ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ യൂറോപ്യൻസ് വന്നപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യമാണ്. വാട്ട് വാസ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യ വെൻ ദിസ് യൂറോപ്യൻ കെയിം ഹിയർ? ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം പറയുമ്പോൾ കുറച്ച് മിസ്സിങ് ഉണ്ടാവും, കാരണം മിഡിൽ ഇന്ത്യ നമ്മൾ പഠിക്കാതെയാണ് നമ്മൾ മോഡേൺ ഇന്ത്യയിലേക്ക് പോയത്. മിഡിൽ ഇന്ത്യയിലേക്ക് എന്നാലും കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. സോ ഇന്ത്യൻ കിങ്ഡംസ് ആരാണ് ഭരിച്ചിരുന്നത് നമുക്ക് നോക്കാം. സോ ഡൽഹി റീജിയനിൽ യു മസ്റ്റ് ബി നോയിങ്, ഇറ്റ് മസ്റ്റ് ബി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ ഡാനിഷ് വന്നപ്പോഴാണോ, ഡച്ചുകാർ വന്നപ്പോഴാണോ? സോറി, ഡാനിഷ് വന്നപ്പോഴാണോ എന്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇന്ത്യയിലല്ല, ബ്രിട്ടനിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ പിന്നെ നടന്നത്, ബ്രിട്ടനിൽ ആണ് ആദ്യം നടന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ കിങ്ഡംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡൽഹി ഭരിച്ചിരുന്ന മുഗൾസ് ആണ്. ഞാൻ പറഞ്ഞു ഔറംഗസേബ് വരെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മുഗൾസ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റർ മുഗൾസ് ആണ്. ലേറ്റർ മുഗൾസ് എന്ന് പറയുമ്പോൾ ഔറംഗസേബിന് ശേഷമുള്ള ആൾക്കാർ, ദേ ആർ വെരി വീക്ക്. വെരി വീക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയ റൂളേഴ്സ് ആരുമില്ല. അപ്പോൾ അവരെ പറ്റി ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ നിങ്ങൾക്ക് ചെറിയ മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്, ആസ് ഐ ടോൾഡ് യു, ലൈക്ക് നമ്മൾ മിഡിൽ ഇന്ത്യ പറയാത്തതുകൊണ്ട്. എന്നാലും നോക്കാം. ലേറ്റർ മുഗൾസിലെ ആദ്യത്തെ റൂളർ ബഹദൂർ ഷാ 1 ആണ്, ഹു റൂൾ ഫ്രം 1707 ടു 1712. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ലൈക്ക് അങ്ങനെ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. സോ ഔറംഗസേബ് ആയിരുന്നല്ലോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മുഗൾ റൂളർ. ഔറംഗസേബ് എന്ന് പറഞ്ഞാൽ ഹി വാസ് എ റിലീജിയസ് ബൈഗോട്ട്. റിലീജിയസ് ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഇസ്ലാമിക് ഓർത്തഡോക്സി സ്പ്രെഡ് ചെയ്തിരുന്ന ഒരാളാണ്. അതായത് ബാക്കിയുള്ള മതത്തിൽപ്പെട്ട ആൾക്കാരായിട്ടൊക്കെ യുദ്ധം ചെയ്യുക, അവരെ കൊല്ലുക, ബാക്കിയുള്ള ടെമ്പിൾസ് പൊളിക്കുക, ഇന്ത്യയെ ഒരു ലാൻഡ് ഓഫ് ഇസ്ലാം ആക്കണം എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ഔറംഗസേബ്. അതിനുശേഷം വന്ന ആളാണ് ബഹദൂർ ഷാ. അപ്പോൾ ബഹദൂർ ഷാ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു. ഹി വാസ് മോർ ടോളറൻറ്റ്, ലൈക്ക് ഹി ഹാഡ് എ ടോളറൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിന്ദുസ്. അതേപോലെ തന്നെ ഹി ഹാഡ് ലിബറൽ പോളിസി വിത്ത് നോബിൾസ്. അതായത് സാധാരണ അവിടുത്തെ പ്രമാണിമാരായിട്ട് നല്ല ബന്ധം, ഹിന്ദുസുമായിട്ടൊക്കെ ടോളറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായ ആളാണ് ഈ പറയുന്ന ബഹദൂർ ഷാ. അപ്പോൾ ഔറംഗസേബിന്
ലൈക്ക് ബാക്കിയുള്ള റിലീജിയനെ പിടിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സിഖ് കമ്മ്യൂണിറ്റി ആയിട്ടും മറാത്താസ് ആയിട്ടും ഒക്കെ എപ്പോഴും യുദ്ധം, നമ്മുടെ ശിവാജി ആൾക്കാരുടെയൊക്കെ യുദ്ധമായിരുന്നു. പക്ഷേ ബഹദൂർ ഷാ വന്നപ്പോൾ അതൊക്കെ സോൾവ് ചെയ്തു. ബഹദൂർ ഷാക്ക് എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി റിലേഷനാണ്. ആൻഡ് ഹി റിലീസ് ദി മറാത്തൻ പ്രിൻസ് ഷാഹു വിച്ച് ലെഡ് ടു മറാത്ത സിവിൽ വാർ. മറാത്ത സിവിൽ വാറിന്റെ കഥ ഞാൻ ജസ്റ്റ് പറയാം. ശിവാജി ഉണ്ടല്ലോ, ഛത്രപതി ശിവാജി മുഗൾസുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഛത്രപതി ശിവാജിക്ക് രണ്ട് മക്കളാണ്. രണ്ട് മക്കളാണ്. ഒന്നാമത്തെ ആളുടെ പേര് സാംബാജി, രണ്ടാമത്തെ ആളുടെ പേര് രാജാറാം. ഒന്ന് സാംബാജി, മറ്റൊന്ന് രാജാറാം. സാംബാജിയുടെ മകനാണ് ഷാഹു, രാജാറാമിന്റെ മകനാണ് ശിവാജി സെക്കൻഡ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവാജി ആക്ച്വലി ലൈക്ക് കുറച്ചാൾ മരിച്ചു, ലൈക്ക് ഹി ഡൈഡ്. അപ്പോൾ സാംബാജി ആയിരുന്നു റൂളർ. സാംബാജിയും ഔറംഗസേബും തമ്മിൽ യുദ്ധമായിരുന്നു. ഔറംഗസേബ് വരുന്ന ഇഷ്ടമല്ലാന്ന് പറഞ്ഞല്ലോ. ഔറംഗസേബ് എന്ത് ചെയ്തു? സാംബാജിയെ കൊന്നു കളഞ്ഞു, ഷാഹുവിനെ ജയിലിൽ വിട്ടു. അപ്പൊ ഷാഹു ഇപ്പൊ ജയിലിൽ കിടക്കുക. അപ്പൊ മറാത്ത ഭരിക്കുന്നത് രാജാറാമും അതിനുശേഷം ശിവാജി 2 ആണ്. ഇപ്പൊ ഔറംഗസേബ് മാറിയിട്ട് നമ്മുടെ ബഹദൂർ ഷാ രാജാവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് എല്ലാവരുടെ ഫ്രണ്ട്ലി റിലേഷൻ എന്ന് പറഞ്ഞല്ലോ. ബഹദൂർ ഷാ എന്ത് ചെയ്തു? ഷാഹുവിനെ വിട്ടയച്ചു. ഷാഹു നേരെ മറാത്തയിൽ പോയിട്ട് രാജ്യം തിരിച്ചു വെച്ചു. ഇവർ കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പൊ ഇവർ തമ്മിൽ പ്രശ്നമായി. അതാണ് മറാത്ത സിവിൽ വാർ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. ആൻഡ് ദിസ് ബഹദൂർ ഷാ 1 വാസ് ഓൾസോ നോൺ ആസ് ഷാ ഇ ബേക്കബർ. ഷാ ഇ ബേക്കബർ എന്നുള്ള ടൈറ്റിലും അറിയപ്പെട്ടിരുന്ന ആര്? ബഹദൂർ ഷാ 1. ബഹദൂർ ഷാ 1 ശേഷം വന്ന റൂളറാണ് ജഹന്തർ ഷാ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആകപ്പാടെ ഒരു വർഷമേ ഭരിച്ചിട്ടുള്ളൂ, 1712 to 1713. ഹി വാസ് എ പപ്പറ്റ് റൂളർ. പപ്പറ്റ് റൂളർ എന്ന് പറഞ്ഞാൽ സുൽഫിക്കർ ഖാൻ എന്ന് പറയുന്ന മന്ത്രി കൺട്രോൾ ചെയ്തിരുന്ന ഒരു റൂളറായിരുന്നു ബഹദൂർ ഷാ. സുൽഫിക്കർ ഖാൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ആളിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അങ്ങനത്തെ റൂളറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വീക്കർ മുഗൾസ് ആണ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇജാറ സിസ്റ്റം. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇജാറ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റവന്യൂ ഫാമിംഗ്, അതായത് ലാൻഡ് ലീസിന് കൊടുത്തിട്ടുള്ള ഫാമിംഗ് മെത്തഡോളജി തുടങ്ങിയത് ആരുടെ ടൈം പീരീഡിലാണ്? ജഹന്തർ ഷാ ടൈം പീരീഡിലാണ്. ആൻഡ് സെക്കൻഡ്ലി ഹി അബോളിഷ്ഡ് ജസിയ. ഇത് നമ്മൾ മിഡിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ജസിയ എന്താണ് ഞാൻ പറയാമേ. ജസിയ നിങ്ങൾക്ക് സിംപ്ലി എഴുതി വെക്കാം, ടാക്സ് ഓൺ നോൺ മുസ്ലിംസ്. ടാക്സ് ഓൺ നോൺ മുസ്ലിംസ്, അതായത് ഇസ്ലാമിക് റൂളുള്ള സമയത്ത് നോൺ ഇസ്ലാമിക് ആയ ആൾക്കാർ ഒരു ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അതാണ് ജിസിയ എന്ന് പറയുന്നത്. ബേസിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുഗൾ രാജ്യത്തിന്റെ ടൈം പീരീഡിൽ ഈ ജിസിയ ഉണ്ടായിരുന്നു. ലൈക്ക് ശരിക്കും അത് ഇസ്ലാമിക് ലോ പ്രകാരം കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. നോൺ മുസ്ലിംസ് ടാക്സ് അടയ്ക്കണം. സോ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടായിരുന്ന സംഭവം, അക്ബർ ഉണ്ടല്ലോ, അക്ബർ എന്ന് പറഞ്ഞ റൂളർ. അക്ബർ ഭയങ്കര റിലീജിയസ്ലി ഫ്രണ്ട്ലി ആയ ഒരാളാണ്, ഭയങ്കര സെക്യുലർ ആയ ആളാണ്. അക്ബർ എന്ത് ചെയ്തു? ജസിയ ക്യാൻസൽ ചെയ്തു. അക്ബർ ജസിയ അബോളിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഔറംഗസേബ് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രീംലി റിലീജിയസ് ആയ ആളാണ്. പുള്ളിക്കാരൻ എന്തു? ജസിയ തിരിച്ചു കൊണ്ടുവന്നു. അതിനെ പിന്നെയും ക്യാൻസൽ ചെയ്ത ആരാണ്? ജഹന്തർ ഷാ ആണ്. അതാണ് അബോളിഷ് ജസിയ എന്ന് പറയുന്നത്. ജഹന്തർ ഷാ ഭരിച്ചൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും ഹി വാസ് കിൽഡ് ബൈ ദി മുഗൾ മിനിസ്റ്റേഴ്സ് സയ്യിദ് ബ്രദേഴ്സ്. സയ്യിദ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ മുഗൾ മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്തു? ജഹന്തർ ഷായെ തട്ടിക്കളഞ്ഞു. ജഹന്തർ ഷായെ തട്ടിക്കളയാൻ കാരണം സയ്യിദ് ബ്രദേഴ്സിന് അവര് പറയുന്ന അവരുടെ തൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളെ രാജാവാക്കണമായിരുന്നു. അങ്ങനെ സയ്യിദ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച ആളായിരുന്നു ആര്? ഫറൂഖ് ഷിയാർ, ഹു റൂൾ ഫ്രം 1713 to 1719. ഫറൂഖ് ഷിയാർ എന്തായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ സയ്യിദ് ബ്രദേഴ്സിന്റെ പപ്പറ്റ് റൂളർ. സയ്യിദ് ബ്രദേഴ്സ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞിരിക്കും. ഹി അബോളിഷ്ഡ് പിൽഗ്രിം ടാക്സ്. പിൽഗ്രിം ടാക്സ് എന്ന് പറയാൻ കാരണം ഇതും ഇസ്ലാമിക് റൂളുള്ള സമയത്ത് നോൺ ഇസ്ലാമിക് ആയ ആൾക്കാർ ഈ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ടാക്സ് അടയ്ക്കണം. ഇതും അക്ബർ ക്യാൻസൽ ചെയ്ത് ഔറംഗസേബ് തിരിച്ചുകൊണ്ടെന്നാണ്. അത് ഫറൂഖ് ഷിയാർ എടുത്തു കളഞ്ഞു. ഫറൂഖ് ഷിയാർ 1713 to 1719 ആണ്. ബ്രിട്ടീഷുകാർ ഞാൻ പറഞ്ഞല്ലോ 1607 ആ ടൈം പീരീഡ് തൊട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഫറൂഖ് ഷിയാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഫറൂഖ് ഷിയാർ ഗേവ് ഫർമൻസ് ടു ബ്രിട്ടീഷ്. ഫർമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നത്തിങ് ബട്ട് ദി റൈറ്റ് ടു ഡു ഫ്രീ ട്രേഡ്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ റീജിയനിൽ ടാക്സ് ഒന്നും അടയ്ക്കാതെ ട്രേഡ് നടത്താനുള്ള റൈറ്റ്. ഇത് ആരാണ് കൊടുത്തത്? ഫറൂഖ് ഷിയാറാണ് കൊടുത്തത്. ഇന്ത്യയിൽ പല ഭാഗത്തും
ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്താനായിട്ട്. ഫറൂഖ് സിയാർ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഫറൂഖ് സിയാർ ഈ പറയുന്ന പോലെ നമ്മുടെ ഇവരുടെ പേരെന്തായാലും സയ്യിദ് ബ്രദേഴ്സ് പറയുന്നതനുസരിച്ചാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സയ്യിദ് ബ്രദേഴ്സ് വല്ലാതെ കിടന്ന് ഇടപെടുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനെ ഫറൂഖ് സിയാറും സയ്യിദ് ബ്രദേഴ്സും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. സയ്യിദ് ബ്രദേഴ്സ് ആസ് യൂഷ്വൽ കിൽഡ് ഫറൂഖ് സിയാർ. അങ്ങനെ ഫറൂഖ് സിയാറും സയ്യിദ് ബ്രദേഴ്സ് അതിനാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സയ്യിദ് ബ്രദേഴ്സ് അടുത്ത ആളെ രാജാവാക്കി. ദാറ്റ് വാസ് മുഹമ്മദ് ഷാ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജയന്തർ ഷാ 1 വർഷമേ ഭരിച്ചുള്ളൂ, ഫറൂഖ് സിയാർ 6 വർഷമേ ഭരിച്ചുള്ളൂ. മുഹമ്മദ് ഷാ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 29 ഇയേഴ്സ് ഭരിച്ചു. കാരണം പുള്ളിക്ക് മനസ്സിലായി ഈ സയ്യിദ് ബ്രദേഴ്സ് എപ്പോഴും പണി തരും, അതുകൊണ്ട് ഹീ കിൽഡ് ദ സയ്യിദ് ബ്രദേഴ്സ്. മുഹമ്മദ് ഷായെ സംബന്ധിച്ചോളം ഭരിക്കണം, വലിയ രാജാവണം, അഡ്മിനിസ്ട്രേഷൻ അടിപൊളിയാക്കണം, അങ്ങനെയൊന്നും പുള്ളിക്കില്ല. പുള്ളിക്ക് ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഹീ ലെഡ് എ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ഹീ വാസ് കോൾഡ് ആസ് രംഗീല. കാരണം കളർഫുൾ ലൈഫ് കാരണമാണ് വിളിക്കുന്നത് രംഗീല എന്നാണ്. ആൻഡ് ഹീ നെഗ്ലക്റ്റഡ് അഡ്മിനിസ്ട്രേഷൻ. ഭരണത്തിനെ പറ്റി ശ്രദ്ധിക്കാനൊന്നും സമയമില്ല. ആളിങ്ങനെ ലൈക്ക് ചില്ല് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇൻകോമ്പിറ്റന്റ് റൂളർ ആയിരുന്നു. അങ്ങനെ ആള് വീക്കനായി, ആൾക്ക് ഭരണത്തിനും ശ്രദ്ധിക്കാതായപ്പോൾ തന്നെ ഒബ്വിയസ്ലി എന്തായി, എംപയർ ഡിക്ലൈൻ ചെയ്തു തുടങ്ങി. അതായത് ഓരോ സ്ഥലത്തും ഓരോ നാട്ടുരാജാക്കന്മാരും മറ്റു രാജാക്കാരും വന്ന് ഈ സ്ഥലങ്ങളെ കീഴടക്കി. ബേസിക്കലി ദേ സ്റ്റാർട്ടഡ് ടു കൺട്രോൾ, ലൈക്ക് മുഗൾ റീജൻ സ്റ്റാർട്ടഡ് ടു ഡിറ്റീറിയേറ്റ്. എംപയർ തകർന്നു തുടങ്ങി. ആൻഡ് ഓൾസോ ആസ് എംപയർ വാസ് ഗെറ്റിംഗ് വീക്കൻഡ്, ഇറ്റ് വാസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ് ടു കം ആൻഡ് ഇൻവേഡ് ഇന്ത്യ. ഫോർ എക്സാമ്പിൾ, നാദിർ ഷാ എന്ന് പറയുന്ന അഫ്ഗാൻ ഇൻവേഡർ ഇവിടെ വന്ന് ഇൻവേഡ് ചെയ്ത് പോയി. There was a battle called as Battle of Karnal 1739. ഈ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഇവിടെ ഭരിക്കാനൊന്നുമല്ല, അവർ വരും, യുദ്ധം ചെയ്യും, തോൽപ്പിക്കും, ഇവിടുത്തെ ട്രഷർ, ഇവിടുത്തെ ഖജനാവുള്ള പൈസ, ഗോൾഡൊക്കെ എടുത്തിട്ട് പോകും. ഈ ഇൻവേഷനും കൂടി ആയപ്പോൾ എന്തായി, പിന്നെയും വീക്കനായി. അങ്ങനെ അടുത്ത റൂളർ വന്നു. ദാറ്റ് വാസ് അഹമ്മദ് ഷാ. അഹമ്മദ് ഷായും എന്താണ്, ഇൻഎഫക്ച്വൽ മുഗൾ എംപറർ. എഫക്റ്റീവ് ആയ ആളൊന്നും അല്ല. 1748 to 54 വരെ. He was good natured but incompetent. No personality, no training, no leadership quality. ഭരിക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ പാവപ്പെട്ടൊരു മനുഷ്യൻ. ആ ടൈം പീരീഡിൽ പിന്നെയും ഇൻവേഷൻ വന്നു. ആര്? അഹമ്മദ് ഷാ അബ്ദാലി എന്ന് പറയുന്ന ഇൻവേഡർ വന്നു. പിന്നെയും ഇൻവേഡ് ചെയ്തു. അപ്പൊ പിന്നെയും മുഗൾസ് തകർന്നു. പിന്നെ വന്ന റൂളാണ് ആലംഗീർ ടു. ആലംഗീർ ടു ടൈം പീരീഡിൽ എന്താണ്, പിന്നെയും ഇൻവേഷൻ ബൈ അഹമ്മദ് ഷാ അബ്ദാലി. മുഗൾ പീരീഡ് പിന്നെയും തകർന്നുകൊണ്ടിരുന്നു. ഒരു കാര്യം നേരത്തെ ഓർത്ത് വയ്ക്കാം, ആലംഗീർ ടുവിന്റെ ടൈം പീരീഡിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടായത്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്താണെന്നും ആരൊക്കെയാണ് ഇവർ, അഹമ്മദ് ഷാ പങ്കെടുത്തിട്ടില്ല, ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, നമ്മളിനി ലൈക്ക് ബംഗാളാണ് പങ്കെടുത്തത്, അപ്പോൾ നമ്മളവിടെ പഠിക്കും. ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് ആ ടൈം പീരീഡ് പറഞ്ഞു വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് ഇയാളുടെ ടൈം പീരീഡിൽ ആരുടെ ഈ ആലംഗീർ ടു ടൈം പീരീഡിലാണ് എന്ത് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്. ഓക്കെ, ഇനി ഷാ അലം ടു ആണ് അടുത്ത റൂളർ. 1758 to 1806. ആളുടെ ടൈം പീരീഡിൽ 2 ബേസിക് ബാറ്റിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒന്ന് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, അബൌട്ട് വിച്ച് വി വിൽ സ്റ്റഡി ലേറ്റർ. ഏറ്റവും സിഗ്നിഫിക്കൻ്റ്ലി ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സറിന്റെ വർഷം ഓർത്ത് വയ്ക്കാം, 1764. എന്താണ് സിഗ്നിഫിക്കൻസ്, എന്താണ് ബാറ്റിൽ ഓഫ് ബക്സർ പഠിക്കേണ്ടത് ഞാൻ പറയാം. ലൈക്ക് ബാറ്റിൽ ഓഫ് ബക്സർ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അതിന് റീസൺ ഒക്കെ നമ്മൾ ഇനി ബംഗാൾ പഠിക്കുമ്പോൾ പഠിക്കും. എന്നാലും ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കാം. ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എംപയറും 3 ഇന്ത്യൻ കിങ്ഡംസും തമ്മിലുള്ള ബാറ്റിലാണ്. ഇത്രയും മനസ്സിലാക്കി വെച്ചത് കഥ ഞാൻ പറയാം. അപ്പോൾ കൂടുതൽ ലൈക്ക് ബംഗാൾ പഠിക്കുമ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. 3 ഇന്ത്യൻ കിങ്ഡംസും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിലുള്ള യുദ്ധമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ലീഡ് ചെയ്തത് ഹെക്ടർ മുൻറോ എന്ന് പറഞ്ഞ ഓഫീസറാണ്. 3 ഇന്ത്യൻ കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു? 1 മുഗൾസ്, ഡൽഹി. 2 ബംഗാൾ. 3 അവാദ്, യു പിയിലെ സ്ഥലമാണ് അവാദ്. മുഗൾസിനെ ലീഡ് ചെയ്തിരുന്നത് ഷാ അലം ടു. ബംഗാളിനെ ലീഡ് ചെയ്തിരുന്നത് മിർ ഖാസിം. അവാദിനെ ലീഡ് ചെയ്തിരുന്നത് ഷുജാ ഉദ് ദൗള. ഇങ്ങനെ 3 ഇന്ത്യൻ കിങ്ഡംസും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധമാണെന്ത് ബാറ്റിൽ ഓഫ് ബക്സർ 1764. ആൻഡ് ദ ബാറ്റിൽ വാസ് എൻഡഡ് ബൈ എ ട്രീറ്റി കോൾഡ് ആസ് ട്രീറ്റി ഓഫ് അലഹാബാദ്. 3 ഇന്ത്യൻ കിങ്ഡംസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യൻസ് ആണ് സ്ട്രോങ്, ബ്രിട്ടീഷിനെ തോൽപ്പിക്കുമെന്ന്. അല്ല, ബ്രിട്ടീഷുകാർ ഒറ്റടിക്ക് 3 കിങ്ഡംസിനെയും തോൽപ്പിച്ചു.
3 Indian kingdoms were defeated together by the British? അയ്യോ, okay. Okay, 3 Indian kingdoms were defeated together by the British. ഏതൊക്കെയാണ് ഇന്ത്യൻ കിങ്ഡം? ഒന്ന് ഞാൻ പറഞ്ഞു, ബംഗാൾ. 2 അവാധ്. 3 ഡൽഹി. 3 പേരെയും തോൽപ്പിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ ഒറ്റയടിക്ക് 3 പേരെയും അനക്സ് ചെയ്തില്ല. വാട്ട് ബ്രിട്ടീഷേഴ്സ് ഡിഡ് വാസ് ദാറ്റ് ദേ അനക്സ്ഡ് ബംഗാൾ. എന്നിട്ട് ഡൽഹിയെയും അവധിനെയും എന്താക്കി? അവിടെ രാജാക്കന്മാരോട് തന്നെ ഭരിച്ചോളാൻ, അല്ലെങ്കിൽ രാജാക്കന്മാരെ തന്നെ ഏൽപ്പിക്കുന്ന പോലെ. ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ബംഗാൾ ബിക്കെയിം ഓർ കെയിം അണ്ടർ ദി കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്. ബട്ട് ഡൽഹി കംപ്ലീറ്റ്ലി ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുത്തിട്ടില്ല, അവധും ഏറ്റെടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ ടൈം പീരീഡിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ഇൻവേഷൻ വരുന്നുണ്ട്. അപ്പൊ അഫ്ഗാനിസ്ഥാനൊക്കെ ഇൻവേഷൻ വരുമ്പോൾ ബംഗാളാണ് റിസോഴ്സ് റിച്ച് ആയ റീജിയൻ. അപ്പോൾ ബംഗാൾ ബ്രിട്ടീഷിന്റെ കയ്യിലിരിക്കുകയും ചെയ്യും. ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ ഡൽഹിയും അവധൊക്കെ എന്ത് ചെയ്യും? ഒരു ബഫർ സ്റ്റേറ്റ് പോലെ അഫ്ഗാൻ അറ്റാക്കിനെതിരെ നിൽക്കുകയും ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിൽ. സോ ബേസിക്കലി ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഡൽഹി ഇപ്പോഴും എന്തുണ്ട്? ബ്രിട്ടീഷുകാരുടെ കംപ്ലീറ്റ് കൺട്രോളിലല്ല. സോ നോക്കുക, ആഫ്റ്റർ ബാറ്റിൽ ഓഫ് ബക്സർ ബ്രിട്ടീഷ് അനക്സ്ഡ് ബംഗാൾ, കെപ്റ്റ് ഡൽഹി ആൻഡ് അവധ് ആസ് ബഫർ സ്റ്റേറ്റ്. പിന്നീട് 1803 എന്ത് ചെയ്യുന്നത്? ഡൽഹിയെ ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുന്നത്. അതുവരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? ഡൽഹിയെ അനക്സ് ചെയ്തില്ല. അപ്പൊ ആ ടൈം പീരീഡിലുള്ള ആരാണ് രാജാവ്? ഷാ ആലം II ആണ് രാജാവ് ഡൽഹിയിൽ. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തെങ്കിലും മുഗൾ എംപറർ എന്നുള്ള പോസ്റ്റ് ഉണ്ട്. ഭരിക്കാനുള്ള പവറൊന്നുമില്ല, പോസ്റ്റ് ഉണ്ട്. ആ എംപററിന് ബ്രിട്ടീഷുകാർ വർഷാവർഷം പെൻഷൻ കൊടുക്കും. എംപററിന് റെസ്പെക്റ്റും ഉണ്ട്, പോസ്റ്റും ഉണ്ട്, പവറില്ല, പെൻഷൻ കിട്ടും. ഇങ്ങനെയായി ഇപ്പൊ ഡൽഹിയിലെ അവസ്ഥ. അപ്പൊ എംപറർ പോസ്റ്റിലുള്ളത് നമ്മൾ പിന്നെയും പഠിക്കാണ്. അടുത്ത മുഗൾ എംപറർ അക്ബർ II, 1806 to 1837. അക്ബർ II പറ്റി ഓർക്കേണ്ട പോയിന്റ്, പുള്ളിക്കാരനാണ് രാം മോഹൻ റോയ്ക്ക് രാജ എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് രാജാ റാം മോഹൻ റോയ് ആക്കുന്നത്. അതെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ, രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന ആള് ഹി വാസ് എ മൾട്ടി ലിംഗ്വിസ്റ്റ്. മൾട്ടി ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹി ക്യാൻ ഹാൻഡിൽ മോർ ദാൻ 1 ലാംഗ്വേജ്. ഹി ക്യാൻ ഹാൻഡിൽ മോർ ദാൻ 1 ലാംഗ്വേജ് ഇൻ ദി സെൻസ്, ഒന്നിക്കൂടുതൽ ഭാഷ സംസാരിക്കുന്നുണ്ട് തന്നെ. അക്ബർ II ഇയാളെ കൊണ്ട് ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയോ? ഇയാളെ എവിടേക്ക്? ലണ്ടനിലേക്ക് വിട്ടിട്ട് പൈസ കൂടുതൽ വാങ്ങിക്കാനായിട്ട്, അതായത് പെൻഷൻ കൂട്ടി ചോദിക്കാനായിട്ട്. അങ്ങനെ പെൻഷൻ കൂട്ടി ചോദിക്കാൻ ആൾ കൂടെ നിന്നുകൊണ്ട് ആൾക്ക് രാജ എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് ആളെ സഹായിച്ചു എന്നുള്ളത്. ഓക്കെ. ഇനി 1837 പുള്ളി ഭരിച്ചു. നമ്മളെ സംബന്ധിച്ചുള്ള ഇനി വരുന്ന സിഗ്നിഫിക്കൻ്റ് ആളാണ് ആര്? ബഹദൂർ ഷാ II, who ruled from 1837 to 1857, 1861. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്, എന്തുകൊണ്ടാണെന്ന് പറയാം. ബഹദൂർ ഷാ II is considered to be the last ever Mughal ruler. He is also known as ബഹദൂർ ഷാ സഫർ. സഫർ എന്നുള്ളത് പുള്ളിയുടെ തൂലികാ നാമമാണ്. അപ്പോ സഫർ മീൻസ് വിക്ടറി. ഇനി ബഹദൂർ ഷാ II കഥ പറയുകയാണെങ്കിൽ അത് കോമഡിയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ 1857 റിവോൾട്ട് നടത്തുന്നത്. ഈ കഥയൊക്കെ ഞാൻ പറയാമേ, ഞാൻ ആക്ച്വലി മുഗൾസിന്റെ ലേറ്റർ മുഗൾസിന്റെ അവസാനം വരെ പറയുന്ന 1857 റിവോൾട്ട് നടത്തുന്നത്. അപ്പൊ 1857 നമ്മൾ സീപ്പോയ് മ്യൂട്ടറി നടത്താണ്. ബ്രിട്ടീഷുകാരെ ഓടിക്കണം. ബ്രിട്ടീഷുകാരെ ഓടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ആരായിരിക്കണം? നമ്മൾ ഇത്ര നാൾ ഭരിച്ചത് മുഗൾസ് ആണല്ലോ, മുഗൾസ് ഭരിക്കണം. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? ബഹദൂർ ഷാ സഫറിനെ സിംബോളിക് ഹെഡാക്കി വെച്ചു, നോമിനൽ ലീഡറാക്കി വെച്ചു. അതായത് ബ്രിട്ടീഷുകാർ ഓടിച്ചു കഴിയുമ്പോൾ ബഹദൂർ ഷാ II ആയിരിക്കും നമ്മൾ ലീഡർ. ബഹദൂർ ഷാ II പാവം അത് വിശ്വസിച്ച് ആളെ യുദ്ധത്തിന് ഇറങ്ങി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 1857 റിവോൾട്ടിനെ സപ്രസ് ചെയ്തു. അതോടുകൂടി മുഗൾ എംപറർ ടൈറ്റിൽ അബോളിഷ്ഡായി, പെൻഷൻ അബോളിഷ്ഡായി. മാത്രമല്ല പുള്ളിക്കാരൻ നാടും കടത്തി അങ്ങോട്ട് ബർമയിലേക്ക്. അങ്ങനെ 1857 വരെ എംപയർ എന്നുള്ള പേരുണ്ട്. ബർമയിലേക്ക് നാട് കടത്തി. 1869 പുള്ളിക്കാരൻ മരിക്കുകയും ചെയ്തു. ഇതാണ് ലേറ്റർ മുഗൾസിന്റെ അവസ്ഥ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെൻ ദീസ് യൂറോപ്യൻ കൺട്രീസ് കെയിം ടു ഇന്ത്യ, വാട്ട് വാസ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യമാണ്. ഡൽഹി നോക്കി, ഇനി ബംഗാൾ കൂടി നോക്കണം. ബംഗാളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ. പിന്നെയാണ് നമ്മൾ അങ്ങോട്ട് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഒക്കെ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ? ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. എന്തായാലും
ഓക്കെ, സോ ഇത്രയുള്ളെങ്കിൽ ഇന്നത്തേക്ക് ഇത്രയും മതി. വിൽ കണ്ടിന്യൂ അബൌട്ട് ഓക്കെ, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഓക്കെ സർ. ഓക്കെ സാർ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ബൈ.